അപ്പൊ ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ഗീസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗീസ് നമ്മുടെ തമ്പുരാൻ സ്പെസ് ഗ്രൂ ഇല്ലേ ഗീസ്, അപ്പൊ അതിന്റെ ഒരു ഗ്യാരേജ് റിവ്യൂലാണ് ഗീസ് നമ്മളിപ്പോ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും കൊണ്ട് അവിടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ 4 ബസ്സും കിടപ്പുണ്ട്, പിന്നെ ഇവിടെ ഇത്രയും കാശൊക്കെ കിടപ്പുണ്ട് ഗീസ്. അപ്പൊ ഇനിയും വണ്ടികളൊക്കെ വരാനുണ്ടെന്നാണ് ഗീസ് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ആക്കാം. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ഇവിടുത്തെ ബസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗീസ്. ഇവിടെ ഇപ്പൊ 4 കിടപ്പുണ്ട് ഗീസ്. പിന്നെ ഗീസ് ഇതിന്റെ ഫ്രണ്ട് എന്തോ ഐഡി ഒക്കെ ചെയ്തേപ്പുണ്ട്. പിന്നെ ഈ ബസ് കണ്ടോ ഗീസ്, ഇതിന്റെ പേര് റോന്തെന്നാണ് ഗീസ്. ഇതിനകത്ത് ഇന്റീരിയർ വർക്കും വേണ്ട ഫ്രണ്ടിൽ ചെയ്തേപ്പുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആ ഒരു തീവിലേക്ക് എന്തൊക്കെ ചെയ്തേപ്പുണ്ട്. നല്ല അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് കാണാൻ, ലുക്കുണ്ട്. പിന്നെ ഇന്റീരിയർ വർക്ക് ചെയ്തേക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് കണ്ട തമ്പുരാൻസിന്റെ ഇറ്റാച്ചി ഉച്ചിയായോ എന്തോ, എനിക്ക് കറക്റ്റ് അതിന്റെ നെയിം ഒന്നും അറിയത്തില്ല. എന്തോ ആനിമി അങ്ങനത്തെ എന്തോ നെയിമാന്ന് തോന്നി, എന്തായാലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതിന്റെ സൈഡിൽ എന്തോ ഇറ്റാച്ചി അക്കാസുക്കിയോ അങ്ങനെ എന്താണ്ട് കൊടുത്തേ പോണ്ട്. എന്തായാലും എനിക്ക് അതിന്റെ നെയിം ഒന്നും അറിയത്തില്ല. പിന്നെ എന്തായാലും സൈഡിൽ സെറ്റ് പഴമൊക്കെ കൊടുത്തേ പോണ്ട് അതിന്റെ. പിന്നെ നോക്കുകയാണെങ്കിൽ തമ്പുരാൻസിന്റെ ഒരു തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥലപ്പുണ്ട്. അപ്പം ഇത് ഫുൾ വൈറ്റ് ആണ്. അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ തമ്പുരാൻസിന്റെ തന്നെ പാബ്ലോ 2.0 എന്ന് പറയുന്നൊരു സ്ഥലപ്പുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂവും വൈറ്റും ബ്ലാക്കും ഒക്കെ വന്നിട്ടൊരു സെറ്റായിട്ടൊരു ചെയ്തേ പോണ്ട്. ഇതിനകത്ത് അവിടെ എന്തോ റൂൾ ബ്രേക്കർ എന്നൊക്കെ എഴുതിയ പോണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്ന കാറൊക്കെ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർ തന്നെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന BM കണ്ടോ പച്ച, ഇത് നവീറോ എന്ന് പറയുന്നൊരു പുതിയൊരു ഇപ്പം KDM ആണ് ഇപ്പം എല്ലായിടത്തും ഉണ്ട്. നിങ്ങളെല്ലാവർക്കും ഇത് അറിയായിരിക്കും. പിന്നെ M5 നിങ്ങൾ കണ്ടോ ഇതെന്തോലും ഒരു പക്ക M5 ആണ്. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഒരു VSPEC എന്നൊക്കെ എഴുതിയപ്പോണ്ട്. പർപ്പിൾ ആൻഡ് ഒരു വൈറ്റ് ബ്ലാക്ക് തീമിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കാറിലോട് വേണ്ടിയാണ്. പിന്നെ ഒരു സീറ്റ് കിടപ്പുണ്ട്, ഒരു ഗേളിന്റെ ഒരു പിക്ചർ സൈഡിലുണ്ട്. പിന്നെ ഈസന്റെ ഇവിടെ കിടക്കുന്നത് നമ്മുടെ അബീബ്രോന്റെ M5 ആണ്. ഇതിനകത്ത് എന്റെ ബാക്ക് അബിയോക്സ് കൺസെപ്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഒരു വൈറ്റ് കളർ വന്നിട്ട് സൈഡിൽ കക്കാശിയുടെ ഒരു പടമൊക്കെ ആയിരുന്നു തോന്നുന്നു നേരത്തെ. ഇപ്പൊ എന്തായാലും ഇതിപ്പോ സ്റ്റോക്കായി യെല്ലോ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ ഇപ്പൊ അധികം പറഞ്ഞ ലാഗ് ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജ് സ്പോട്ടിലോട്ട് അങ്ങ് പോയേക്കാം ഗേസ്. അപ്പൊ നമ്മൾ എന്തായാലും സ്പോട്ടിൽ എത്തിയപ്പോണ്ട് ഇവിടാണ് ഗ്യാരേജ് സ്പോട്ട്. ആ കാണാൻ ഞാൻ തോന്നി ഇപ്പൊ ഒരു ബസ്സല്ലേ അവിടെ നിന്ന് മിഞ്ഞു പറഞ്ഞു പോയത്. പിന്നെ കൊണ്ട് അതാരാണ് ഓടുന്നത്? നമ്മുടെ അബീബ്രോയാണ് ഇത്. അബീബ്രോ എന്താണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ചുമ്മാ എന്തായാലും നോക്കാനല്ല വന്നായിരിക്കും. വെളിയിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കാൻ വന്നായിരിക്കും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ തമ്പുരാൻസ് ട്രാവൽസ് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയപ്പോണ്ട്. അപ്പൊ എന്തായാലും ഗേറ്റ് ഉണ്ടോ ഈ ഗേറ്റിന്റെ ഒരു സീൻ എന്താ ഞാൻ പറഞ്ഞേ. ഇത് നമ്മൾ വെളിയിൽ ഇറങ്ങിപ്പോയി തുറങ്ങണം. ഈ കാറിൽ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഒക്കെ ഇനി അടുത്തോട്ടം കൊണ്ടുവന്നായിരുന്നേ പൊളിച്ചാനല്ലേ. അതാകുമ്പോൾ ഇച്ചിരി സുഖമായിരുന്നു. ഇതല്ലേ നമ്മളിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വീണ്ടും കയറ്റി, അതൊക്കെ ഭയങ്കര ടാസ്ക് എന്ന് തോന്നുന്നു. പിന്നെ ഗ്യാരേജിന്റെ കാര്യം പറയാം. നല്ല സ്പേസ് ഉണ്ട് ഗ്യാരേജിന്. അപ്പൊ എന്തായാലും എല്ലാ ദിവസമൊക്കെ സെറ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. ഇവിടെ വന്നപ്പോൾ റീലൊക്കെ സെറ്റ് ആക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി മെമ്പേഴ്സിന്റെ റൂമാന്ന് തോന്നി നമുക്ക് എന്തായാലും അതൊന്നും പോയി നോക്കിയിട്ട് വരാം. എൻ്റെ ഇവിടെ സോഫയും ബെഡൊക്കെ ഉണ്ട്. എനിക്കൊന്നും ഇവിടെ ആർക്കിലൊക്കെ കിടക്കാനിരിക്കും. പിന്നെ കൊണ്ട് ടയറും പിന്നെ എന്താ റിപ്പയറിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ AC ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ നിന്നും ഇറങ്ങിയേക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് എനിക്ക് തോന്നുന്നു ഇതെന്തോ ഗ്യാരേജ് ആണോ? കാറെല്ലാം ഇടാൻ വേണ്ടി സെറ്റ് ആക്കിയതായിരിക്കും പിന്നെ നോക്കുവാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് ഇടാണ്. അങ്ങോട്ട് നോക്കാം. തുറക്കാനൊക്കെ ഇല്ലെന്ന് തോന്നി. എനിക്കിത് കാണിക്കുന്നില്ല. പിന്നെ ഇതൊരു സീനാണ്. ഇതുണ്ടോ നമ്മുടെ ഗ്യാരേജ് കൂട്ട് കണ്ടില്ല, അതിന്റെ ബാക്ക് വശമാണ് ഇത്. ഇവിടെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറെ പേർക്ക് വന്നിരുന്ന് ആളാൻ ഇതിനകത്ത് ഒറ്റൊരാക്കല്ലേ ഇരിക്കാനൊക്കെ. ഇത് ഭയങ്കര വലുതാണ്. ഇതിനകത്ത് ഒരു 3-4 പേർക്കെങ്കിലും നമുക്ക് ഇരിക്കാം പിന്നെ കാണേണ്ട ഇവിടെ ബസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യലും ഉണ്ട്. ഇതെന്തായാലും പണിഞ്ഞു തരാന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബസ്സൊക്കെ ആണെങ്കിലും ഇവിടെ സെറ്റായിട്ട് വാഷ് ചെയ്തെടുക്കാനൊക്കെ തോന്നുന്നു. അതൊരു റീലൊക്കെ എടുക്കാനാണെങ്കിൽ ഇവിടെ നൈസായിരിക്കും. ബസ്സിനകത്ത് കൊണ്ട് ഇട്ടിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ സെറ്റായിരിക്കും. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഇതിന്റെ ഡോറ് തുറക്കുന്നുണ്ട്. ഇതിന്റെ ഡോറ് തുറക്കുന്നതാണ് നല്ല രസമാണ്. മുകളിലോട്ട് അങ്ങ് പോകും. പിന്നെ മറ്റേ VSPEC എന്ന് എഴുതിയ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ എന്താ നമുക്ക് അകത്തോട്ട് അങ്ങ് കയറി നോക്കിയേക്കാം അപ്പൊ ഇവിടെ കണ്ടോ രണ്ട് റൂമൊക്കെ ഉണ്ട്. ഇതിനകത്ത് 2 റൂമുണ്ട്. അപ്പൊ ഇത് മാനേജർ റൂം ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഡോർ തുറക്കാനുള്ള സ്വിച്ച് ആണല്ലേ, അതാണ് നോക്കുന്നത്. അപ്പൊ ഇത് മാനേജർ റൂം തന്നെയാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറെ ടോയ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതെന്തൊരു സെറ്റാണ്. ഇതുകൊണ്ട് JCB വാന്, പിന്നെ എന്തോ ട്രക്ക്, വീണ്ടും വാനും ട്രക്കും JCB അങ്ങനെ കുറെ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറി ഒന്ന് കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോയാൽ പോരെ. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോവാം. കമ്പ്യൂട്ടർ കണ്ടു. ഫുൾ റിച്ച് ആണ്. ഫുള്ള് റിച്ച് ആണ്.
അപ്പോൾ ഈസാണ്ട് നമുക്ക് എന്തായാലും അടുത്ത റൂമിലോട്ട് വരുമ്പം ഗേസ് ഇത് മെമ്പേഴ്സിനെല്ലാം കൂടെ കൂടാനുള്ള റൂമാണെന്ന് തോന്നി. മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണെന്ന് തോന്നുന്നു. ഗേസ് ഇത് ഫുള്ള് റിച്ചാണ് ഈസാണ്ട് എ സിയും ഫാനും എല്ലാം ഓൺ ആക്കിയിട്ടേക്കാണ് ഗേസ്. പിന്നെ ഈസ് അവിടെ എന്തോ കാറിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ചെയ്തേപ്പോണ്ട്. പിന്നെ ഈസ് അവിടെ ഒരു വൈറ്റ് ബോർഡ് അവിടെ ചെയ്തേപ്പോണ്ട്. ഈസ് ഇതെന്തായാലും സെറ്റ് തന്നെ ഉണ്ട്. മെമ്പേഴ്സിനെല്ലാം കൂടെ മീറ്റ് ചെയ്യാനുള്ള റൂമാണെന്ന് തോന്നുന്നു. പിന്നെ ഈ നമുക്ക് എന്തായാലും അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഗീസ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന സാധനം കണ്ടു ഗീസ്. ഇതിന്റെ പേരെന്തോ എനിക്കറിയത്തില്ല ഗീസ്. നമ്മുടെ കടലിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഓടിക്കുന്നതിന് വണ്ടിയാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ എൻ്റെ ഇവിടെ തൂക്കിയിട്ടേ പോണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ കുറെ സോഫയൊക്കെ കിടപ്പുണ്ട്. ഗീസ് അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ തംബ്നെയിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഡ്രോൺ വീഡിയോ എടുത്തതാണ് ഗീസ്. അപ്പോഴാണ് ഗീസ് ഒരു കാര്യം കാണുന്നത്. ഇതിന്റെ മണ്ടയ്ക്കും എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പൂളും പിന്നെ കുറെ ഏരിയയൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ തംബ്നെയിൽ ഇങ്ങനെ എടുക്കാൻ നേരത്താണ് ഈസ് കാണുന്നത്. അല്ലേ ഇത് കാണത്തില്ലായിരുന്നു ഈസ്. എന്തായാലും ഗീസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗീസ്. ഗീസ് കണ്ടു ഗീസ്. ഇവിടെ ഉണ്ട് ഒരു പൂളും പിന്നെ ഈസ് ഇരിക്കാനുള്ള സ്പേസും വേണ്ടത് എന്താണ് ഈസ് കിടക്കാനൊക്കെ ഉണ്ട് ഗീസ്. കിടക്കുന്ന ഒരു സ്പേസ് വരെ ഉണ്ട്. പിന്നെ ഈസ് ഉണ്ട് ഇതിനകത്ത് കുറേ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഈസ്. ആ ഫ്രൂട്ട്സ് ഒക്കെ കണ്ട് ഇരിപ്പുണ്ട് ഈസ്. എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. പിന്നെ ഈസ് ഇതെന്താണ് ഈസ് ഇതൊക്കെ എന്തൊക്കെയോ കുടിക്കുന്നതും കഴിക്കുന്നതും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഈസ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരാണെങ്കിൽ ഈസേൻ്റെ ഇവിടെ ഐസ് ബോക്സ് ആണെന്ന് തോന്നി ഈസിത്. ഈസാൻ്റെ ഇവിടെ ഐസ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈസാൻ്റെ ഇവിടെ എന്തോ ഗിത്താറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈസ് കോള പെപ്സി അങ്ങനെയൊക്കെ കുറെ ടേബിളിലൊക്കെ ഇരിപ്പുണ്ട് ഈസ്. പിന്നെ അതുകൊണ്ട് ആ സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ട് ഈസ്. എന്താ വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല ഈസ്. പിന്നെ ഈ ഗെയിമിൽ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിന്റെ പേരെന്തോന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈസിന്റെ ഈ പൂളിലോട്ട് എടുത്തങ്ങ് ചാടിക്കാം ഗീസ്. ഈ പൂളിൽ എത്ര ആളുണ്ടോ നോക്കട്ടെ. ഈസ് നമ്മുടെ കാലിന്റെ പകുതിയേ ഉള്ളൂ ഈസ്. ഈസ് അങ്ങനെ ഗ്യാരേജിന്റെ റിവീലെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായമായിട്ട് നമ്മൾ ചുമ്മാ റേസ് വെക്കാനാണ് ഈസ്. അപ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. നമ്മൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ആക്കാതാണ് ഈസ് നമ്മൾ റേസിന് തയ്യാറെടുത്തത്. അപ്പോൾ എന്തായാലും ഈ സബീബ്രോ വെച്ചങ്ങ് പോയിട്ടുണ്ട് ഈസ്. നമുക്കിനി എന്തായാലും അവിടം വരെ എത്താനൊക്കെ ഒന്നും പോലും അറിയത്തില്ല. നമ്മുടെ ഡെസേർട്ട് ഇല്ലേ ഈസ്, അവിടം വരെയാണ് ഈസ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വളവും തിരിവൊക്കെ ഉണ്ട് ഈസ്. എവിടെയൊക്കെ പോയി കിടക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി സ്പീഡാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈസാണ്ട് നമ്മുടെ അഭിപ്രോ തന്നെയാണ് ഈസ് നമ്മൾ ഈ റേസും ജയിച്ചിരിക്കുന്നത്. പിന്നെ ഈസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഭിപ്രോനെ ഒന്ന് കാണാൻ പോലും ഒക്കിയില്ല ഈസ്. അപ്പം കണ്ടല്ല പിന്നെ ഇതുവരെ കണ്ടില്ല. പിന്നെ ഇവിടെ വന്ന് നിന്നപ്പോഴാണ് ഈസ് കാണുന്നത്. അഭിപ്രോ റേസിന്റെ ട്രിക്സ് ഒക്കെ എങ്ങനെയാ അതൊന്ന് പറഞ്ഞൊക്കെ താ നമുക്ക് കൂടെ. ട്രിക്സ് ആയിട്ടൊന്നുമില്ല. നമ്മളെ മാസ്ക് ഉണ്ടല്ലോ, മാസ്ക് വെച്ച് വരത്തുന്നത് കണ്ട് നമ്മൾ ഇതുകൊണ്ടൊക്കെ തന്നെ ചെയ്യും. പിന്നെ അങ്ങ് പഠിച്ച്. ഓ അത് ശരിയാ, മാസ്ക് ഒരു പ്രോ ഡ്രൈവർ ആണല്ലോ ഈസ്. പിന്നെ ഈ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ള ഈസ്. ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.